ചക്കര വീട് ഹായ് കൂട്ടുകാരെ, അപ്പം ഞാൻ എൻ്റെ കൊച്ചിനെ അംഗൻവാടിയിൽ വിട്ടിട്ട് ഇന്ന് അവൻ്റെ ചേട്ടനായിട്ടോ കൊണ്ടുവിടുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ താഴെ ഞാൻ ചേച്ചിയുടെ അടുത്ത് പോവുകയാണ്. വീടിൻ്റെ ചേച്ചി നോക്കണം, കുറച്ച് പണിയൊക്കെ അവിടെ ചെയ്തു കൊടുക്കും. അപ്പോൾ അതേ പോണ വഴിയാട്ടോ ഇത്. അപ്പോൾ അതേ ചേട്ടനെ കാത്ത് നിൽക്കും അവൻ അംഗൻവാടിക്ക് പോകാൻ. അവന് കാല് പാടില്ലാത്ത കാരണം സ്കൂളിൽ പോയില്ല. പിന്നെ അവർക്ക് ആനിവേഴ്സറിയുടെ പ്രാക്ടീസും ഉണ്ട്. അപ്പോൾ അവർ പോയി. പിന്നെ താഴെ വന്നപ്പോൾ കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു. പിന്നെ കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു. കുഞ്ഞിന് കുറുക്ക് കൊടുക്കുക ചേച്ചി. അപ്പം പിന്നെ എന്നോട് പയറുതോരൻ ഉണ്ടാക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ കുറച്ച് ഉള്ളി അരിഞ്ഞിട്ടും പിന്നെ വറ്റൽമുളക് കൊടുത്ത് ചതച്ച് വെളുത്തുള്ളിയും ചതച്ചു. അതിൻ്റെ ഇടയ്ക്ക് പയറുതോരനും ഉണ്ടാക്കാനായിട്ട് വെച്ചു കേട്ടോ. പിന്നെ അത് പാത്രങ്ങളുണ്ടായിരുന്നു, അതെല്ലാം കഴുകി തേച്ച് എടുക്കുവാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് അടുക്കളയൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ചേച്ചി കുഞ്ഞിന് കുറുക്ക് കൊടുത്തു കഴിഞ്ഞു. അവന് താമസം, അവൻ കഴിക്കാൻ ഭയങ്കര മടിയാണ് അവന്. ഫുഡ് കൊടുത്തു കഴിയുമ്പോഴത്തേക്കും തുപ്പലോട് തുപ്പലാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പാത്രമൊക്കെ കഴുകി വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ മറ്റേ വേറെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ വീട്ടിൽ പണിയൊന്നും ഞാനങ്ങനെ കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഇനി ചെന്നിട്ട് വേണം വീട്ടിലെ പണി. രാവിലെ അംഗൻവാടിയിൽ വിട്ട് കഴിഞ്ഞ് പിന്നെ ഞാൻ ഇങ്ങോട്ട് വരും. വെളുപ്പിനൊന്നും എഴുന്നേൽക്കില്ല. എല്ലാ പണിയും കഴിഞ്ഞിട്ടൊന്നും രാവിലെ തന്നെ എല്ലാം ചെയ്യുമൊന്നുമില്ല. അപ്പോൾ അതേ ചോറ് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്, അരി ഇട്ടിട്ടുണ്ട്, പയറുതോരനായി. പിന്നെ ചേച്ചി മോരുകറി വെക്കും, അത് ചേച്ചി തന്നെ വെക്കും. അപ്പോഴത്തേക്കും ഞാൻ എല്ലാം ക്ലീൻ ചെയ്ത് പിന്നെ ഇത് അടുക്കള ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അടിച്ചു വാരി പിന്നെ ചേച്ചി തുടച്ചോളും. അപ്പോൾ കുഞ്ഞ് കുറുക്കൊക്കെ കൊടുത്ത് പിന്നെ ഞാൻ കുഞ്ഞിനെ കുളിപ്പിച്ച് കുഞ്ഞ് കിടന്ന് ഉറങ്ങും കേട്ടോ. ഉറങ്ങുന്ന സമയത്താണ് ഇതൊക്കെ ചെയ്യണത്. എണീറ്റ് കഴിഞ്ഞാൽ ഒരാൾ എടുക്കണം. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ.